മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. മീനുട്ടി, ഇനി നമുക്ക് സ്വല്പം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് നല്ല ഭക്തിഗാനം ആലപിക്കാനായി ഇവിടെ കടന്നു വരുന്നു ഈശ്വൽകുട്ടി. വെൽക്കം. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. അടിപൊളിയായിരിക്കും ഡ്രസ്. താങ്ക് യു. സോ ക്യൂട്ട്. നല്ല കളറും. താങ്ക് യു. ഏത് പാട്ടാ മോളെ? റസൂലേ നിനക്കനുവാലി. സൂപ്പർ സോങ്. നല്ല സെലക്ഷൻ. ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക്കും സിംഗറും യേശുദാസ് സാറ്, ലിറിക്സ് യൂസഫ് അലി കച്ചേരി സാർ, സിനിമ സഞ്ചാരി, വർഷം 1981. പാടാൻ നോക്ക്. All the best. താങ്ക് യു. All the best. താങ്ക് യു. താങ്ക് യു.
ഇശൽ കുട്ടി എന്തോ നന്നായിരുന്നു കേട്ടോ, താങ്ക് യു സർ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, എവറിത്തിങ് ക്ലീൻ. താങ്ക് ബട്ട് യു ആ ലാസ്റ്റ് ആ ബിരുത്തം ഉണ്ടല്ലോ, അത് പാടിക്കേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി ആ വസല്ലം. അത് അവിടെ മോക്ക് ഇച്ചിരി പതറിപ്പോയി. അതുപോലെ എന്റെ രണ്ടാമത് പാടിയതും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അലൈഹി വസല്ലം അങ്ങനല്ലേ വരുന്നേ? അത് പാട്ടിനകത്ത് പക്ഷെ അങ്ങനെ. അതെങ്ങനെയാ നോക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മോളെ നോട്ട് പോകുന്നുണ്ട്. മോള് പാടിയത് ചിലപ്പം റെക്കോർഡിലുള്ള പോലെ ആയിരിക്കും, പക്ഷെ ഇങ്ങനല്ല. ലാസ്റ്റ് പോർഷൻ മാത്രം പാടൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഞാൻ പാടാൻ പറഞ്ഞേ. അപ്പം മോള് പറഞ്ഞു അങ്ങനല്ല, വേറെ രീതിയിലാന്ന് പറഞ്ഞു. മോള് വേറെ രീതിയിൽ പാടും. പക്ഷെ പാട്ടിനകത്ത് അങ്ങനെ കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ വിചാരിച്ചത് ഇനി ഇത്രയും നാള് ഞാൻ തെറ്റാണോ പാടിയെന്ന് ഞാൻ വിചാരിച്ചു. മോള് പറഞ്ഞു അല്ല ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മോക്ക് ഇതിന്റെ ശ്രുതി ശകലം കൂടെ പിച്ചെടുത്തൂടായിരുന്നു? ആദ്യമേ എനിക്ക് പാട്ടിനകത്ത് ശ്രുതി ആയിരുന്നു തന്നത്, പക്ഷെ അത് എൻ്റെ ഫീമെയിൽ വോയിസ് ആയതുകൊണ്ട് പാട്ടിനകത്ത് ഇല്ലാത്ത ശ്രുതി ഒരെണ്ണം കൂടെ കൂട്ടി തന്നായിരുന്നു. ഇപ്പൊ എത്ര ശ്രുതി? ബി. ബി. സി ആക്കിക്കേ, സി ആക്കി. ആ ഇനി ഈ ശ്രുതിയിൽ മോളൊന്ന് പാടിക്കേ. താഹാ 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 മുഹമ്മദ് മുസ്തഫ താഹാ മുഹമ്മദ് മുസ്തഫ. ഇത്രേ ഉള്ളൂ ടോട്ടൽ പിച്ച്. ടോട്ടൽ ഹൈ വരുന്ന ഇത്രേ ഉള്ളൂ. ഈ ഒരു പിച്ച് പാടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടിയേനെ, ഒന്നുകൂടെ ഗുമ്മ് കിട്ടിയേനെ. പാടിയത് അതിമനോഹരമായിരുന്നു, എക്സെപ്റ്റ് ഈ ലാസ്റ്റിലത്തെ രണ്ട് ലൈൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇശൽ കുട്ടി എന്തോ കാലക്കിയല്ലോ, അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അവസാനത്തെ അതുവരെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് അവസാനത്തെ ആ ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായത്. അതുവരെ സൂപ്പർ ആയിരുന്നു കേട്ടോ, ഉഗ്രൻ, നല്ല രസം ഉണ്ടായിരുന്നു. ഇത് പിച്ചു കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോയത്. അതിലൊരു സത്യം ഉണ്ടല്ലോ. പിച്ചു കൂട്ടും തോറും ഞാൻ എന്റെ കഷ്ടപ്പാട്. ഈ പുണ്യമാസത്തിൽ തന്നെ ഇങ്ങനെ ഒരു പാട്ട് കേട്ടപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഫീൽ ആണെങ്കിൽ ആ വ്രതമെടുത്ത് റമദാൻ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മുസ്ലിം സഹോദരി സഹോദരങ്ങളെ സംബന്ധിച്ച് ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്കത് ഫീൽ ചെയ്തു. മോൾ ആ തട്ട വിട്ടിരുന്ന് പാടുകയും പുറകെ ഇരിക്കുന്ന നമ്മുടെ ഡാൻസേഴ്സ് ആണോ? സമ്മതിക്കണം മക്കളെ നിങ്ങളെ. കാരണം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ദഫ്മുട്ട് അങ്ങനെ സ്ഥിരമായിട്ട്, കാരണം ഇതിങ്ങനെ കറക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതെല്ലാവർക്കും പെട്ടെന്ന് അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ദഫ്മുട്ടിന്റെ ഒക്കെ ഇതിങ്ങനെ എടുത്ത് വീശി അതിങ്ങനെ, അത് എനിക്ക് അത്ഭുതം തോന്നുന്നു. അതിന് എനിക്കൊരു സ്പെഷ്യൽ കൈഡി ായിരുന്നു ഈ ഡിവോഷണൽ റൗണ്ട്. എന്തായാലും പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയാം, നമ്മുടെ പരിപാടി 7 മണിക്ക് വൈകുന്നേരം ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാൻ പറ്റിയ ഒരു റൗണ്ടാണ് കേട്ടോ. അടിപൊളി, സൂപ്പർ. എന്തായാലും നല്ലൊരു പാട്ട് നല്ല രീതിയിൽ പാടി. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 99 ഔട്ട് ഓഫ് 100. ആദ്യ ഒരു ദാസട്ടം പൂക്കുറ്റി. അവസാനത്തെ അതും കൂടി ശരിയായിരുന്നെങ്കിൽ 100 ആയിരുന്നു. അതെ, അത് മതി. ദൈവത്തിന് സ്തുതി. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.